ഈ കോളേജിലെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ബോറിൻ ഫെലോഷിപ്പ്. ആസ് ദി ഓൺലി മലയാളി ലോയർ ഹു ഹാസ് വൺ ദിസ് ബിഫോർ, ഐ എം പ്രിവിലേജ്ഡ് ടു പാസ് ദിസ് ഓണർ ടു മൈ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് ക്ലാര. God bless you. ക്ലാരയ്ക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. Am I right, അമൃത? Tell me. She did it. ക്ലാരയുടെ HIV ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവളാണ്. അവളുടെ പ്രായത്തിൻ്റെ ഒരു മിസ്റ്റേക്ക്. അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് ഹൈഡ് ഇറ്റ് മോളു. Tell me. അച്ഛൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം ക്ലാരയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് സിമ്പതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവള് പോപ്പുലറായി, എലക്ഷൻ വിൻ ചെയ്തു, ക്ലാസ് ടോപ്പറായി. അമൃതയോടുള്ള അച്ഛൻ്റെ സ്നേഹം ക്ലാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അമൃത സംശയിച്ചു. And that hurt you most. ക്ലാരയുടെ അസുഖത്തിന്റെ ന്യൂസ് ലീക്ക് ചെയ്താ അവള് കോളേജിൽ നിന്ന് എക്സ്പെൽ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവഴി അമൃത ആഗ്രഹിച്ചിരുന്ന സ്കോളർഷിപ്പ്, അച്ഛൻ്റെ അറ്റൻഷൻ എല്ലാം തിരിച്ചു വരുമെന്നല്ലേ? അമൃതയാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും സാർ ഒന്നും ചെയ്തില്ലേ? അതിന് പ്രായശ്ചിത്തമായി നീന ആ റൂം വെക്കറ്റ് ചെയ്തപ്പോ ഇവൾ ക്ലാരയുടെ റൂംമേറ്റ് അവൻ തയ്യാറായി. That was it. അമൃതയുടെ പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ. HIV ഇഷ്യൂവിൽ കളക്ടർ അടക്കം ഇടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായി. ക്ലാര ഈ കോളേജിൽ തന്നെ തുടർന്ന് പഠിച്ചു. അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തായി. ഗുഡ് ഇനഫ് റീസൺസ് അല്ലേ അമൃത? ദിസ് ഈസ് ദ ലിമിറ്റ്. ക്ലാരയുടെ മരണമായിട്ടോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പായിട്ടോ ഇവൾക്ക് ഒരു ബന്ധവുമില്ല. അന്ന് ടൂറ് പോയപ്പോൾ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. സോ വാട്ട്? നോ, ഐ ആം ജസ്റ്റ് തിങ്കിങ്. അമൃത, അന്ന് റിസോർട്ടിലെത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാം. I don't remember. ഒരു വർഷം മുമ്പത്തെ കാര്യമല്ലേ? ക്ലാരയ്ക്ക് ശേഷം ബൊറൈൻ ഫെലോഷിപ്പ് കിട്ടിയ കുട്ടിയല്ലേ അമൃത? മെമ്മറി അത്ര വീക്കാവില്ലല്ലോ. ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. അന്നുച്ചയ്ക്ക് ഞങ്ങൾ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷനപ്പായി, ലഞ്ച് കഴിച്ചു, ഔട്ടിങ്ങിന് പോയി തിരിച്ചു വന്നു. പിന്നെ ഈവനിങ്ങിൽ വി ഹാഡ് എ ഗെറ്റ് ടുഗെദർ വിത്ത് എ ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറിനിടയിൽ എന്തിനാ അമൃത റൂമിൽ പോയത്? ആര് പറഞ്ഞു? Come on, sir. This is harassment. So we are coming to an end. ക്യാമ്പ് ഫയറിനിടയിൽ അമൃത റൂമിൽ പോയി ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാം. എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നിരുന്നു. റൂമിൽ കയറി അത് പ്ലഗ് ഇൻ ചെയ്തു. കുറച്ചു നേരം TV കണ്ടു. Since I wanted the mobile to be charged before I went back. Think I also took a bath. Dress change ചെയ്തു. നല്ല തലവേദന. Join back to the campfire. ഞാൻ കുളിച്ച് കിടക്കട്ടെ. മെഡിസിൻ വല്ലതും വേണോ? ഒന്ന് ഉറങ്ങിയാ ശരിയോ? നീ ചെല്ല്.
നൈസ് വാച്ച്. പപ്പയുടെ ഗിഫ്റ്റാണോ? ഓക്കെ അമൃത, ഇപ്പം പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? വാട്ട്? റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ മതി. അവസാനം ചെയ്ത കാര്യങ്ങൾ ആദ്യം. എന്തൊരു ഓർഡർ? ഇയാൾക്ക് പ്രാന്താണ്. ഇത് ഫുള്ള് ലാഗടിപ്പിച്ച് കൊല്ലു ഇയാള്. ഓക്കെ, ലോക്ക് ദ റൂം. പിന്നെ ടി വി കണ്ടു, കുളിക്കാൻ പോയി, പിന്നെ അമൃതയ്ക്കൊരു കാര്യം അറിയോ? നുണ. അത് നമുക്കൊരിക്കലും റിവേഴ്സ് ഓർഡറിൽ കറക്റ്റായി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അമൃതയുടെ വാച്ചിൻ്റെ ഭംഗിയല്ല നോക്കിയത്. ഐ വാസ് ചെക്കിംഗ് ഹർ പൾസ്. ഇറ്റ് വാസ് നോട്ട് നോർമൽ. യു ആർ ലൈങ് അമൃത. ഇനി നമുക്ക് സത്യം പറയാം. എന്താ അന്ന് ആ റൂമിൽ സംഭവിച്ചത്? നല്ല തലവേദന. ഞാൻ കുളിച്ച് കിടക്കട്ടെ. ഞാൻ പുറത്തുണ്ടാവും. ഇതിപ്പോ കോളേജിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലേ? ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. എന്റെ മാത്രം തെറ്റാ ഇത്രയും കാലം ജീവിച്ചത്, ആവശ്യമില്ലാത്തതൊക്കെ ആഗ്രഹിച്ചത്. എന്റെ ഈ ശരീരത്തിനോട് തന്നെ അറുപ്പ് തോന്നുന്നു ഇപ്പോ. I'm sorry. I'm sorry. I wanted you back, Papa. I wanted only that. I did it. I'm sorry. Sorry. I resign from this institution. She will face the law. You can take her. അമൃത ഇല്ലാതാക്കിയത് ക്ലാരയെ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാമായിരുന്ന
ഒരു വലിയ സ്വപ്നത്തെ കൂടിയാണ്. And what did you gain? You have just lost everything which you felt you gained. അമൃതയ്ക്ക് അവളെ കാണണം. ക്ലാര അവിടെ ഉണ്ട്. Hold my hand and you can see her.